എന്താണ് ലുക്കിങ്സ്? പണ്ട് കുന്നംകുളത്തിന് തീ പിടിച്ചപ്പോഴേ വാറിന് കൊഴലൂതിയായിരുന്നു. ആ പണി നീ കാണിക്കട്ടോ. കുഴലല്ല ഇട്ട് ചായ, ഇത് പിയാനോ. രണ്ടും ഒന്നേനെയല്ലേ? കൊഴല് നീണ്ടിരിക്കും, ഇത് പരത്തിരിക്കും. ഒച്ചെന്നാണല്ലോ. അവൻ വായിക്കുന്ന സ്റ്റൈല് കണ്ടില്ലേ? നീ ആണോ യേശുദാസോ? യേശുദാസ് വായനക്കാരനല്ല, അങ്ങനെ ഗായകനാ. എനിക്കറിയാടാ പോത്തെ, ആളുവിനെ വായിക്കാതാ പറഞ്ഞേ. യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ, ഇട്ടിച്ചായം പോയി എണ്ണ തേച്ച് നന്നായിട്ടൊന്ന് കുളിക്കും. എണ്ണതിന്റെ അപ്പുറം കൂടി തേപ്പിക്കണ കുഴിമാടത്തിലെ മോനെ. അളിയൻ എഴുതിയ വിൽപ്പത്രത്തിന്റെ കാലാവധി തീരാനേ ഇനി മാസങ്ങളേ ഉള്ളൂ. അത് കഴിഞ്ഞ വില്ല് ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കും. അതാണ് റൂൾസ്. പിന്നെ നാട്ടുകാരും വീട്ടുകാരും കോടതിയും രഹസ്യങ്ങളൊക്കെ അറിയില്ലേ? ഇട്ടിച്ചായ ഒന്ന് പതുക്കെ പറ. ഇപ്പൊ നീ തത്തിച്ചു വിട്ട അരവിന്ദനെ അന്ന് കൊടയും കുരിശുമായി നീ തന്നെ എഴുന്നള്ളിക്കേണ്ടി വരും. തൊഴിലാളിയായിട്ടല്ല, നിന്റെ മുതലാളിയായിട്ട്. നിന്റെ മുടിഞ്ഞ അറുമണി പോലെ നിർത്തിട്ട് അവരെ പോയി കൂട്ടിക്കൊണ്ട് പോകണം മരുമകനെ. രാജി പിൻവലിക്കുന്നു ഉപാധികളോടെ. പറയൂ, എന്തിനും തയ്യാർ. പണിഷ്മെന്റ് ട്രാൻസ്ഫർ അരുത്. ട്രാൻസ്ഫറോ? എങ്ങോട്ട്? ഇതേ ഓഫീസ്, അതേ വീട്. ഞാൻ ഉദ്ദേശിച്ചതല്ല. പ്രൊഫഷണൽ ട്രാൻസ്ഫർ അത് പാടില്ല. നിയമസഭാ അവലോകനം, വയറ്റിപ്പിഴപ്പ് മാത്രം പ്രത്യയശാസ്ത്രമാക്കിയ ഈർക്കിലി പാർട്ടികളുടെ ഗ്രൂപ്പ് വഴക്ക്, പൂയംകുട്ടിയിലെ സിമന്റ് മോഷണം, റഷ്യൻ കമ്മ്യൂണിസത്തിന്റെ ഭാവി, ഇതൊന്നും എഴുതാൻ എന്നോട് പറയരുത്. എനിക്കൊരു ലക്ഷ്യമേ ഉള്ളൂ, കൈരളി. കൈരളി മാത്രം. എന്നെക്കാൾ വാശിയാണല്ലോ അരവിന്ദന് കൈരളിയോട്. അതെന്താ? കാരണം പറഞ്ഞ ആൻഡോയ്ക്ക് മനസ്സിലാവില്ല. ഒന്ന് തോറ്റതിന്റെ കുശുമ്പാണെന്ന് കൂട്ടിക്കോളൂ. മക്കളെ, മാധവൻ കുട്ടിയെ, ഓടി വാടാ. പയ്യൻ ചവിട്ടാ തൊലിയ. ഇവനെന്നെ ചവിട്ടി കൊല്ലല്ലേ. അയ്യോ, എന്തു പറ്റി? അച്ഛന് വല്ലാത്തൊരു വിമ്മിട്ടം. ഒന്ന് പതുക്കെ ചവിട്ടോ, അച്ഛന് തൊമ്പരുണ്ടാവും. ഉടനെ നിർത്തി. നീ ചവിട്ടാ തൊലിയ. അതല്ലടാ മക്കളെ, ആ മലയാള ഭൂമിക്കാരാ അരവിന്ദനെ അടിയും കൊടുത്ത് പറഞ്ഞു വിടേണ്ടതല്ലേ. നമ്മളാണ് അവനെ അയ്യോ ഭൂമിക്ക് മോളി വെച്ചേക്കുവോ? അതില്ല. പിന്നെ അവരെന്തിനാ അവനെ വെച്ചോണ്ടിരിക്കുന്നത്? ഇതിനാണോ അച്ഛൻ കിടന്ന് ഈ കാറി കൂവി ബഹളം വെച്ചത്? അവിടെ ആ പിഴയിട്ട ചെക്കന്റെ ഭരണമല്ലേ അവന്റെ വിവരക്കേട്, അല്ലാണ്ടെന്നാ? പിന്നെ അല്ലാതെ. ഇല്ല, ഔസേപ്പിന്റെ മകൻ ഇത്രയും വലിയൊരു വിവരക്കേട് കാണിക്കില്ല. ഇതിലെന്തോ കള്ളത്തരമുണ്ട്. ഇന്നാളെ ഒരു ദിവസം നിനക്കൊരു അഭ്യുദയകാംക്ഷയുടെ ഫോണ് വന്നില്ലേ? വന്നു. അതുപോലെ ഇനിയും വല്ലതും വന്ന അച്ഛനോട് പറയണം കേട്ടോ. പറയാം. വരും. അങ്ങനെയാ അതിന്റെ കിടപ്പ്. ഓ കാല. അച്ഛാ, നമ്മുടെ ഷിപ്പ് യാർഡിന്റെ ഉദ്ഘാടനത്തിന് അവരെ വിളിക്കണം. പിന്നെ വേണ്ടേ, ഒരു ഫുൾ പേജ് പരസ്യം അങ്ങ് കൊടുത്തേരെ. തുരുമ്പ് ഗോവിന്ദം വളരുന്നെന്ന് നമ്മുടെ വായനക്കാര് മാത്രം അറിഞ്ഞാ പോരാ, കേരളം മുഴുവൻ അറിയണം. അയ്യോ എടാ തൊലിയാ.